അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മോമിനിങ്ങളെ. മരണവാർത്തയാണ്. ഇതുപോലുള്ള വാർത്തകൾ കേൾക്കേണ്ടവർക്ക് നമ്മളോടൊപ്പം കൂടാം, അല്ലാത്തവർക്ക് ബാക്ക് അടിച്ചു പോകാം. എനിക്കും നിങ്ങൾക്കും അറിയാത്ത ആരൊക്കെയോ മരണപ്പെട്ടവരുടെ വിവരമാണ് നമ്മൾ ഈ ചാനലിൽ കൂടി നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത്. ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കുവാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ്. മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെയൊക്കെ ജീവിതവും മരണവും അല്ലാഹു തആല സന്തോഷത്തിലാക്കി തരും. വേദനിപ്പിക്കുന്ന വാർത്തകളെ ഞങ്ങൾക്ക് നിങ്ങളെ അറിയിക്കാനുള്ളൂ. ഇതുപോലുള്ള ഓരോ വാർത്തകളും നമ്മളിലേക്ക് എത്തുമ്പോൾ നമ്മൾ തന്നെ സ്റ്റക്കായി പോകാറുണ്ട്. ഒരുപാട് മരണവാർത്തകളൊക്കെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നുണ്ട് എങ്കിലും ചില മരണവാർത്തകൾ നമ്മളെ ഏറെ വേദനിപ്പിക്കാറുണ്ട്. അതുപോലൊരു മരണവാർത്തയാണിത്. ഈ മക്കളെ കണ്ടോ, 2 മക്കൾ, 21 വയസ്സുകാരായ അസ്ലമും ജമീലും. ഇവർ 1ാം ക്ലാസ് മുതലേ നല്ല കൂട്ടുകാരായിരുന്നു. 1ാം ക്ലാസ് മുതൽ ഒന്നിച്ചു പഠിച്ചു ഒന്നിച്ച് കളിച്ച കൂട്ടുകാർ. ഇന്ന് അവർ 2 പേരും ഈ ദുനിയാവിലില്ല. അവർ 2 പേരും ഒന്നിച്ച് പടച്ച റബ്ബിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. ഒരുമിച്ച് കളിച്ച് ഒരുമിച്ച് മരിച്ചു. എന്താല്ലേ ആ ഒരു സുഹൃത്ത് ബന്ധത്തിൻ്റെ ആയം. പ്രിയപ്പെട്ടവരെ, 21 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. പിടിച്ചാൽ കിട്ടാത്ത പ്രായം, പറഞ്ഞാൽ കേൾക്കാത്ത പ്രായം. നമ്മൾ മാതാപിതാക്കൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്ന ആ ഒരു പ്രായം. ഈ ഒരു പ്രായത്തിലാണ് നമ്മൾ മക്കളെ ശ്രദ്ധിക്കേണ്ടത്. മക്കളെ ചെറുതിലേ നമ്മൾ പറഞ്ഞനുസരിപ്പിക്കേണ്ടതായിരുന്നു. മക്കളെ ചെറുതിലേ നമ്മളെല്ലാം പഠിപ്പിക്കണം. പറഞ്ഞാൽ അനുസരിപ്പിക്കുന്ന രീതിയിൽ വളർത്തണം. ഈ മക്കളെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, പൊതുവേ ഞാൻ പറയുന്നതാണ്. ഇന്നത്തെ ഓരോ മക്കളും മാതാപിതാക്കൾ പറയുന്നത് കേൾക്കാതെ അനുസരിക്കാതെ അവരവരുടെ ഇഷ്ടം പോലെ കളിച്ചും ചിരിച്ചും ആർത്തും ഉല്ലസിച്ചും ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെയാണ് പല അബദ്ധത്തിലും മക്കൾ പെടുന്നത്. അസ്ലമിൻ്റെയും ജമീലിൻ്റെയും നമ്മളെയൊക്കെ ഏറെ വേദനിപ്പിക്കുന്ന മരണമായി പോയി. കളിയിലും ചിരിയിലും പഠനത്തിലും സേവനത്തിലും ഒരുമിച്ച ഉറ്റ ചങ്ങാതിമാർ ഒടുവിൽ മരണത്തിലും ഒന്നിച്ചു. കളിച്ചും ചിരിച്ചും തന്നെയാണ് അവർ പടച്ച റബ്ബിലേക്ക് മടങ്ങിയിരിക്കുന്നത്. ആ കേക്കും പിടിച്ചുള്ള ആ മക്കളുടെ ഫോട്ടോ കാണുമ്പോൾ വല്ലാതെ സങ്കടമായി പോവുകയാണ്. പടച്ച റബ്ബ് ആ മക്കളുടെ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കുമാറാകട്ടെ. പടച്ച റബ്ബേ, അവരുടെ മനസ്സ് മാറാതെ നീ നോക്കണേ റബ്ബേ. കഴിഞ്ഞ ചൊവ്വാഴ്ച ഉറ്റ സുഹൃത്തായ ജമീലിൻ്റെ പിറന്നാളായിരുന്നു. അത് നമുക്ക് അടിച്ചു പൊളിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പിലുമായിരുന്നു അവർ. ആകെയുള്ള ഉറ്റ സുഹൃത്തായിരുന്നു. അങ്ങനെ ജന്മദിന ദിവസം ജമീൽ അഹമ്മദിൻ്റെ വീട്ടിലേക്ക് പോയതായിരുന്നു അസ്ലം, ബർത്ത്ഡേ ആഘോഷിക്കാൻ. കൂട്ടുകാരോടൊപ്പം ആർത്ത് ഉല്ലസിച്ച് അവർ കേക്ക് കട്ട് ചെയ്ത് ബർത്ത്ഡേയുടെ ആ ഒരു സന്തോഷത്തിൽ അവർ പങ്കാളികളായി. അങ്ങനെ അന്ന് രാത്രിയിൽ ഇതൊന്ന് നോക്കണേ നിങ്ങൾ, ജമീലിൻ്റെ വീട്ടിൽ ഒന്നിച്ചായിരുന്നു അസ്ലം കിടന്നത്. അന്ന് രാത്രി വീട്ടിൽ പോയില്ല. ഇന്നത്തെ മക്കൾ റീൽസ് എടുക്കാൻ ഏറെ താല്പര്യമുള്ള മക്കളാണെന്ന് നമുക്കറിയാം. ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള റീൽസ് എടുക്കാനുള്ള ആലോചനകളിലായിരുന്നു ഈ 2 മക്കളും. അങ്ങനെ ഇവർ പുലർച്ചെയോടെ ബൈക്കിൽ ആലപ്പുഴയിലേക്ക് പോയതായിരുന്നു. ജന്മദിനാഘോഷത്തിൻ്റെ ആ റീൽസ് ചിത്രീകരിക്കാനായിരുന്നു അവരുടെ ഈ ഒരു യാത്ര. അങ്ങനെ ആ ഒരു യാത്രയിൽ ബുധനാഴ്ച രാവിലെ MC റോഡിൽ മങ്കൊമ്പ് പാലത്തിന് സമീപം ഇവർ സഞ്ചരിച്ച ബൈക്കും ഒരു പിക്കപ്പ് വാനുമായി കൂട്ടിയിടിച്ചു. ആ ഒരു അപകടത്തിൽ അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു 2 പേരും. ബൈക്ക് ഓടിച്ചിരുന്നത് അസ്ലമായിരുന്നു. അസ്ലം അപകട സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടിരുന്നു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ജമീലാണെങ്കിൽ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലായിരുന്നു. അങ്ങനെ ചികിത്സയിൽ കഴിയവേ ഇന്ന് പുലർച്ചെ ജമീലും മരണപ്പെട്ടു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അങ്ങനെ 2 മക്കളും മരണപ്പെട്ടു. പന്തളം തോന്നല്ലൂർ കുളമയിൽ ചാങ്ങിയത്ത് വടക്കേതിൽ KM ഷുക്കൂർ ഷാഹിന ദമ്പതികളുടെ മകൻ ജമീൽ അഹമ്മദ് 21 വയസ്സ്. പൂഴിക്കാട് ദാറുൽ റഹ്മായിൽ ഷാലു കാസിമിൻ്റെ മകൻ അസ്ലം ഷാലു 21 വയസ്സ് എന്നിവരാണ് അപകടത്തിൽ മരണപ്പെട്ടു പോയത്. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യണം. മരണപ്പെട്ടവർ പടച്ച റബ്ബിലേക്കാണ് മടങ്ങിയത്. ഇവിടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളുണ്ട്. അവരെ നമ്മൾ എങ്ങനെയാണ് സമാധാനിപ്പിക്കുക? ആര് പറഞ്ഞാലാണ് അവർക്ക് സമാധാനം ലഭിക്കുക? പടച്ച റബ്ബിനല്ലാതെ മറ്റാർക്കും അതിന് സാധിക്കില്ല. എല്ലാവരും ദുആ ചെയ്യുക ആ മാതാപിതാക്കൾക്ക് വേണ്ടി. പടച്ച റബ്ബ് നമ്മുടെ മക്കളെയൊക്കെ ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും കാക്കുമാറാകട്ടെ. പടച്ച റബ്ബേ, അർഹമുറാഹിമായ റബ്ബേ, ഈ 2 മക്കൾ നിൻ്റെ റഹ്മത്തിലേക്ക് വന്നിരിക്കുകയാണ് റബ്ബേ. പടച്ച റബ്ബേ, ആ പൊന്നു മക്കൾക്ക് നീ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. സ്വർഗീയ പൂങ്കാവനം നീ തുറന്നു കൊടുക്കണേ റബ്ബേ. പടച്ച റബ്ബേ, പെട്ടെന്നുള്ള മരണമാണ് റബ്ബേ. ആ മക്കളുടെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നീ പൊരുത്തപ്പെട്ട് മാപ്പാക്കി കൊടുക്കണേ റബ്ബേ. ചെറിയ മക്കളാണ് റബ്ബേ. പടച്ച റബ്ബേ, ഈ പൊന്നു മക്കളുടെ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണേ അല്ലാ. ആ മാതാപിതാക്കളുടെ അവസ്ഥ നിനക്കറിയാലോ റബ്ബേ.
അവരുടെ മനസ്സ് മാറാതെ നീ നോക്കണേ അല്ലാ. നാളെ അവരുടെ മുന്നോട്ടുള്ള ജീവിതം നീ റാഹത്തിലാക്കി കൊടുക്കണേ റബ്ബേ, സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബേ. പടച്ച റബ്ബേ, കീറി മുറിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് നമ്മുടെ മക്കളെയൊക്കെ കാക്കണേ റബ്ബേ. പടച്ച റബ്ബേ, നമ്മുടെ മക്കളെയൊക്കെ നല്ലതാക്കി തരണേ റബ്ബേ, സ്വാലീഹങ്ങളാക്കി തരണേ റബ്ബേ, സ്വാലീഹത്താക്കി തരണേ റബ്ബേ. പടച്ച റബ്ബേ, ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അദാബിനെ തൊട്ടും ഈ മയ്യത്തിനെ നീ കാക്കണേ റബ്ബേ. പടച്ച റബ്ബേ, നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. അല്ലാഹുവേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യാൻ പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിഹയും മോദി ഹദിയ ചെയ്യുക. ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.